ശരിക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണാധികാരിയാണ്. യു കനോട്ട് ഡ്രോ പാരലൽസ് ടു എനിബഡി. അത് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യക്തിത്വത്തിനുടമ എന്നുള്ളത് തന്നെ ഒരു സവിശേഷതയാണ്. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജനങ്ങളുടെ ഒരു പ്രശ്നം, അത് ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലാകട്ടെ, പ്രത്യേകിച്ചും കളക്ടറായിരിക്കുന്ന സമയത്ത് ശബരിമലയുടെ കാര്യത്തിലാകട്ടെ, അവിടെ ഈ പറഞ്ഞ പോലെ പ്രളയത്തിന്റെ സമയത്താകട്ടെ, ഇനി അതിന് മുൻപ് തിരുവനന്തപുരത്ത് സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ അനവധി നമുക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഓഖി ദുരന്തത്തിന്റെ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സബ് കളക്ടർ ആയിരുന്നു ആ സമയത്ത്. അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പൂന്തുറ, നമ്മുടെ കോസ്റ്റൽ റീജിയൻ, തീരദേശ പ്രദേശത്തെല്ലാം കോവിഡ് കമാൻഡറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താവട്ടെ, അതിനുശേഷം നമ്മുടെ കോവിഡിന്റെ സമയത്ത് നമ്മുടെ കിറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷ്യധാന്യ കിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ MGNREGSന്റെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ കിറ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് വേണ്ടി തന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഫുഡ് സെക്രട്ടറിയുടെ കൂടെ ജോലി ചെയ്യാനായിട്ട്. അപ്പൊ അന്ന് സ്പെഷ്യൽ ഓഫീസറായിട്ട് ഈ 87 ലക്ഷം കിറ്റ് ഉണ്ടാക്കാനായിട്ട് ആ സമയത്ത് അതെ ആ സാഹചര്യം. അപ്പൊ അത് മൊത്തം ആസൂത്രണം ചെയ്ത് അങ്ങനെ അനവധി അനുഭവങ്ങൾ, ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ സർക്കാരും ജനങ്ങളും ഒക്കെ കടന്നുപോയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്കായാലും ജനങ്ങൾക്കായാലും എത്രമാത്രം ധൈര്യം പകർന്നുകൊണ്ട്, എത്രമാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമ്മൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്.